ഹലോ, ഇന്ന് എല്ലാവർക്കും അറിയാം, ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ബർത്ത്ഡേ ആണ് എൻ്റെ, ജൂലൈ 12. പക്ഷെ അതിൻ്റെ തലേദിവസം ചെറിയൊരു പണി ഇട്ടിരിക്കുകയാണ്. ഒന്ന് വണ്ടിയിൽ നിന്ന് ചെറുതായിട്ട് വീണു. പക്ഷെ എങ്കിലും ഇങ്ങനെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. നേരത്തെ മുതൽ താജ്മഹൽ കാണുന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം ഫസ്റ്റ് ബർത്ത്ഡേക്ക് തന്നെ നമുക്ക് സാധിച്ചു തന്നു. അത് ഈ പറഞ്ഞത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ട്രെയിനിൽ ഇരുന്നപ്പോൾ പോലും ട്രെയിനിൽ ഞങ്ങൾ പോണ വഴി എനിക്ക് അന്നേരം ആണ് ജസ്റ്റ് ഒരു പകുതി എത്തിയപ്പോഴാണ് കുറേ റൂട്ടൊക്കെ മാറി പോകണുണ്ട്. ഞാൻ ഈ ലൊക്കേഷനൊക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ച് അപ്പോൾ ഇവർ പറയാണ് ട്രെയിൻ വേറെ റൂട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറേ ഇതാക്കി. അങ്ങനെ അപ്പോൾ ആ പോകുന്ന ടൈമിൽ കുറച്ച് അത്രയും നേരം ആ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഞാൻ അറിയാതെ നമ്മൾ എന്താ പറയുക താജ്മഹൽ കാണാനാണ് പോകുന്നതെന്ന് അറിയാതെ ഒരു സർപ്രൈസ് ആയിട്ടാക്കി. ആ ഒരു ടൈമിലാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നേരത്തെ മുതൽ, അതായത് ഒരു കോളേജിലൊക്കെ കയറിയ ടൈം മുതൽ എപ്പോഴും എനിക്കിങ്ങനെ ടാറ്റു അടിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പേടിയായിരുന്നു, എന്തോരം വേദന എടുക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ചേട്ടനോട് പറയായിരുന്നു ഇങ്ങനെ ടാറ്റു അടിക്കണം എന്നല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അതേപോലെ ബർത്ത്ഡേ ആയിട്ട് വേറെ പ്ലാനാന്നൊക്കെ പറഞ്ഞ് എന്നോടൊന്നും പറയാതെ ഇത് വളരെ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ടാണ് എനിക്ക് ടാറ്റു അടിച്ചത്. ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ടാറ്റു അടിക്കുന്നുണ്ടാകുന്നത്. അതൊക്കെ ഇന്ന് എനിക്ക് സാധിച്ചു കിട്ടി. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ തന്നെ പോയിട്ട് എനിക്ക് നിനക്കൊരു ഡ്രസ്സ് എടുത്തു തരാമെന്ന് പറഞ്ഞ് ഒരു ഡ്രസ്സല്ല, ഒന്നിൽ കൂടുതൽ കുറേ ഡ്രസ്സുകൾ എടുത്തു തന്നിട്ടുണ്ട്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അവിടെ കുറേ വേറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അത് പോട്ടെ, പാവം വെറുതെ വിട്ട്. അങ്ങനെ ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ വൈകുന്നേരം രാത്രി 8:30 എപ്പോഴാണ് കയറുന്നത്. ഇന്ന് ഫുൾ ഡേ പുറത്തായിരുന്നു. നമ്മൾ ചെറിയൊരു കേക്കാണ് വാങ്ങിച്ചേക്കുന്നത്. നമ്മൾ രണ്ടുപേരും മാത്രമല്ല. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ അമ്മ ഓരോ ആഗ്രഹങ്ങൾ എന്നോട് ഓരോ സമയത്ത് പറയും. അപ്പോൾ ആ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലുത്. ഇപ്പം അതുപോലെ തന്നെ എപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുള്ള സാധനമാണ്. എന്നോട് മേടിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേക്ക് തന്നെ ഡ്രീം കേക്കാണ് ഗൈസ്, ഡ്രീം കേക്ക്. ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, ഇതും പ്രതീക്ഷയില്ല കേട്ടോ. സാധാ കേക്കായിരിക്കും വിചാരിച്ച്. ഈ ഡ്രീം കേക്കിന്റെ ആ ഒരു ടൈമിൽ ഞാൻ ഡ്രീം കേക്ക് വേണമെന്ന് കുറേ പറഞ്ഞിട്ടുണ്ട്. വാങ്ങിച്ചു പറയല്ലോ, ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ അമ്മു, ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. സ്പൂൺ കിട്ടില്ല എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത ആഗ്രഹം കൂടെ സാധിച്ചു കിട്ടിയില്ലേ? സ്പൂണുണ്ട്, മുറിച്ചോ. ഷാഡോനെയും സീതേനെയും വിളിക്കണമെന്നുണ്ട്. പക്ഷെ ഷാഡോയ്ക്ക് പനിയാണ്, അമ്മ വയ്യാതെ കിടക്കുവാണ്. സീത വേണ്ട, കിടക്കട്ടെ. മുറിക്കാം, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ കുത്തിയാ പോരെ. ചോക്ലേറ്റ്. അയ്യോ.